ആഭ്യന്തരമന്ത്രി അന്തരിച്ചു. കാർഡിയാക് അറസ്റ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ ഹൃദയസ്തംഭനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വാക്ക് എഴുതിയത് കൊണ്ട് ഡോക്ടർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, കിട്ടാനല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അന്വേഷണം, പുകില്, എന്തെല്ലാം പ്രശ്നങ്ങളാ. അതാ പറഞ്ഞത്. തൽക്കാലം ഡോക്ടർ ഹൃദയസ്തംഭനം എന്നെഴുതി പേനയ്ക്ക് ടോപ്പ് ഇടുന്നു. എനി മോർ ഡൗട്ട്? അങ്ങനെ വേണം. ഓക്കെ, നമസ്കാരം. അയ്യോ, ഇങ്ങനെ ബഹുമാനിക്കല്ലേ വാസവൻ സാറേ. ഒന്നുമില്ലെങ്കിലും മരിച്ച മന്ത്രിയുടെ ചെതിയൊന്നിറങ്ങിയ ആ കസേര ഇരിക്കേണ്ട ആളല്ലേ. ഇരിക്കെ നടക്കൂ എന്റെ നടരാജൻ സാറേ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കൊറേ കൊതിപ്പിച്ചതാ. ആര് കൊതിപ്പിച്ചു? നടരാജൻ സാർ തന്നെ. ആണോ? പൊളിറ്റിക്സ് അല്ലേടോ. തൽക്കാലം വണ്ടി അങ്ങ് മൂവ് ചെയ്യട്ടെന്ന് കരുതി ഞാനങ്ങ് ക്ഷമിച്ചെന്നേ ഉള്ളൂ. ഇയാൾക്ക് ഭാഗ്യമുണ്ടോ? പാവം ചുമ്മാ ഉറങ്ങാൻ കിടന്നപ്പോ ആരും അറിയാതല്ലേ ദൈവം ആ ഫീസ് അങ്ങ് ഊരിക്കൊണ്ടു പോയത്. അല്ല സാറേ, മന്ത്രി മരിച്ചതോടെ സഭയിലെ അംഗസംഖ്യ 70 ശരിക്കും പറഞ്ഞ ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ. ഒരു ബൈ-ഇലക്ഷൻ വന്ന ഇപ്പോഴത്തെ അവസ്ഥയില് പ്രതിപക്ഷത്തിന് ഒരു സീറ്റ് കൂടുമെന്ന് 3.5 തരം. അതിനല്ലേ സ്വതന്ത്രനായി ജനിച്ച സഖാവ് കൃഷ്ണേട്ടന്റെ മകൻ വിശ്വനാഥൻ. പിന്നെ ബൈ-ഇലക്ഷൻ വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? അവൻ പിന്തുണ തരുമോ? പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു അച്ഛന്റെ മോൻ. ഇരു പാർട്ടികളെയും വെല്ലുവിളിച്ച് ജയിച്ചൊരുത്തൻ. അതിനെന്താ? മുഖ്യമന്ത്രിയുടെ മാനസപുത്രനല്ലേ വിശ്വനാഥൻ. അവൻ പിന്തുണ തരുമെന്നാ CM പറഞ്ഞത്. സത്യമാണോ? അടുത്ത ഹോം മിനിസ്റ്റർ താൻ തന്നെയാടോ. മരിച്ച മന്ത്രിയുടെ കർമ്മങ്ങളും അനുശോചന യോഗവും ഒന്ന് കഴിഞ്ഞാൽ നാളെ അടിയന്തരമായി സഭ ചേരുകയല്ലേ. തീരുമാനം നടരാജന്റേതാണ്. അത് പാടില്ല, പാളാൻ പാടില്ല. അത് ശരിയാവില്ല, സമ്മതിക്കാൻ പറ്റില്ലെന്നേ. അത് ശരിയല്ല. ദയവേത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കാം. CM, ഇത് ചതിയാണ്. സീനിയേഴ്സായ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോ ഇന്നലെ വന്നൊരു പീറപ്പയ്യൻ അവനെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കാന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടെന്താ? അതെ, ഭരണം പോയാലും വേണ്ടില്ല, വിശ്വനാഥനെ ഹോം മിനിസ്റ്റർ ആക്കുന്ന പ്രശ്നമേ ഇല്ല. വിശ്വനാഥൻ എന്താ കുഴപ്പം? അയാളെ പിന്തുണ തന്നതുകൊണ്ടല്ലേ നമുക്കൊക്കെ ധൈര്യമായി പറയാൻ കഴിയുന്നത്. സത്യം പറ മിനിസ്റ്ററെ, വിശ്വനാഥനെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാണോ മന്ത്രി ബാലകൃഷ്ണനെ? ഡിയർ മിസ്റ്റർ മിനിസ്റ്റർ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം മറന്ന് ചിലപ്പോൾ എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അവനാണ് ഈ മന്ത്രിസഭയുടെ ആണി. അവൻ പോയാൽ പിന്നെ ഈ മന്ത്രിസഭയില്ല. ദേശീയ ദ്രോഹികളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കയ്യിലേക്ക് ഭരണം പോവാതിരിക്കാൻ അവന്റെ അച്ഛനോട് പാർട്ടിയും പാർട്ടിക്കാരും കാണിച്ച നെറുകയുടെ പോലും മറന്ന് ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയവനാണ് വിശ്വനാഥൻ. അന്ന് ഞാൻ അവന് കൊടുത്തതാണ് ഈ ആഭ്യന്തരമന്ത്രി പദം. ആ വാക്ക് എനിക്ക് പാലിക്കണം. കലക്കി CM, കലക്കി. അവനോട് പിന്തുണ ചോദിക്കാം, അവൻ തരാതിരിക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു കത്തൽ കത്താതിരുന്നില്ല. അതിങ്ങനെ അങ്ങ് കത്തി പടരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ അതങ്ങ് ആവാഹിച്ച് കുപ്പിയിലാക്കി അടച്ച് മേശപ്പുറത്ത് വെച്ചാൽ മതി. അടുത്ത ആഭ്യന്തരമന്ത്രി ആരായിരിക്കണമെന്ന് നമുക്ക് ആലോചിക്കാം. എങ്കിൽ ഞാൻ കൊടുത്ത വാക്കിന് വിലയുണ്ടോ എന്ന് എനിക്കും ഒന്ന് ആലോചിക്കേണ്ടി വരും. നടരാജൻ സാറേ, ഇത് സമ്മതിക്കരുത്. അവന്റെ ഒരാളുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല ഭരണം നിലനിൽക്കുന്നത്. 8 പേര് നമ്മുടെ പാർട്ടിക്കുണ്ട്. എങ്കിൽ പിൻവലിക്കണോ 8 പേരെ? നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം. പാർട്ടിക്കും ഭരണകൂടത്തിനും ഇത്രയേറെ പ്രതിഷ്ഠ നഷ്ടപ്പെട്ട സമയമില്ല. അത് മുതലെടുത്ത് ശത്രുക്കൾ അധികാരത്തിൽ വരട്ടെ. മരിച്ചുപോയ ആഭ്യന്തരമന്ത്രി ഭരണത്തിലിരിക്കുന്നവരുടെ തമ്മിത്തല്ലിന്റെ രക്തസാക്ഷിയാണെന്നും അന്വേഷണം വേണമെന്നും മുറവിളി കൂട്ടുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നാൽ അത് തന്നെയായിരിക്കും അവരുടെ തുറുപ്പ് ചീട്ട്. പിന്നെ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ വേണ്ട. CMന്റെ ആഗ്രഹമല്ലേ വിശ്വനാഥൻ. അവന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ ആ പൊൻകിരീടം. കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയവനാണ് അവന്റെ തന്തയെങ്കിൽ എന്ത്? കൊടുക്കട്ടെ, വയറ് നിറച്ചു കോരി കൊടുക്കട്ടെ മകനും. പിന്നെ തിരിഞ്ഞു കൊത്തിയാലല്ലേ അതപ്പ നോക്കാം. അവനൊരു പാവമല്ലേ. ഭരിക്കട്ടെ വിശ്വനാഥൻ. വിശ്വനാഥൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അഭിമാനവും കാത്തുസൂക്ഷിക്കുന്നതാണെന്നും വർഗ ജാതി രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഇല്ലാതെ എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം സുതാര്യമായും ആത്മാർത്ഥമായും നിർവഹിച്ചു കൊള്ളുന്നതാണെന്നും ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ മുഖവരില്ലാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ ബഹുമാനപ്പെട്ട DGP? സർ, ഇരിക്കൂ.
DGP സാറിന് അറിയാലോ, ഇവിടുത്തെ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയും സമാധാനവുമാണ്. പക്ഷേ അവർക്ക് കിട്ടാതെ പോകുന്നതും അത് തന്നെയാണ്. സർ, ശരിക്ക് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ കേരള പോലീസ് ഇവിടുത്തെ സർവ്വഗുണ്ടകളെയും പിടിച്ചകത്തിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത വിധം നട്ടലിനെ നടുക്കുന്നൊരു പീസ് ഇളക്കി മാറ്റിയാൽ നമ്മുടെ കേരളം പിറ്റേ ദിവസം സുഹൃത കേരളമാവും. പക്ഷേ ഈ പൊളിറ്റിക്സ് അതാ പറഞ്ഞേ, ആ പൊളിഞ്ഞ ട്രിക്സുമായിട്ട് രാഷ്ട്രീയ പ്രമാണിമാർ ഏതെങ്കിലും ക്രിമിനൽസിന് വേണ്ടി തലയിൽ മുണ്ടിട്ടുണ്ട് വന്നാൽ നമ്മുടെ നാടൻ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, ഒരലിന്റെ ഹസ്ബൻഡ് ഒലക്ക. ആ അത് എടുത്തോണ്ട് അവന്മാരെ കമഴ്ത്തി മലത്തിയും കിടത്തി ഒരു അരമണിക്കൂർ ഒന്ന് ഓവർ ടൈം വർക്ക് കൂടി ചെയ്താൽ മതി. പിന്നെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ലെന്ന് ഒരു സായിപ്പിന്റെ മോനും പറയില്ല. സർ, അതിന് സ്വന്തം യൂണിഫോം അണ്ടർവെയറും ഏതെങ്കിലും പുലിത്തോലാനന്ദ സ്വാമിമാരെ കിടപ്പുമുറിയിലും മാടമ്പിമാരുടെ അടുക്കളയിൽ വെച്ച് മറന്നു പോകാത്ത പോലീസിലെ 10 എണ്ണം. ഈ മുഖത്തെ മീശ കണ്ണാടി കാണുമ്പോഴും മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോഴും മാത്രമല്ല ആണെന്ന് തോന്നുന്ന പോലീസിലെ 10 എണ്ണം. certainly I will take necessary action. But one thing, സാർ പറഞ്ഞ ഈ 10 എണ്ണത്തിനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തപ്പിയെടുക്കാനാ പാട്. ഞാൻ കൊണ്ടുതരാം സാറേ. നല്ല ആർജവും ആണത്വമുള്ള കുടുംബത്തിൽ പിറന്നവരുള്ള സേനയാണ് നമ്മുടെ പോലീസ് സേന. പക്ഷേ അവരെ നാവടക്കം കെട്ടി തള്ളിയിരിക്കുക മാറി മാറി വരുന്ന ഭരണകൂടവും രാഷ്ട്രീയക്കാരും. സാറെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, സന്തോഷം. 453 പോലീസ് സ്റ്റേഷനുകളും 58,000 പോലീസുകാരുമാ നമ്മുടെ സേനയുടെ ആസ്തി. ഒന്ന് ട്രിഗർ അമർത്തിയാൽ മിനിറ്റിൽ 760 ബുള്ളറ്റുകൾ തെറിക്കുന്ന AK-47 വരുന്ന അക്രമികളെ നേരിടാൻ നമ്മുടെ പോലീസിന്റെ കയ്യിലുള്ളത് ഒരാളുടെ മുട്ടിന് താഴെ ലക്ഷ്യം വെച്ചാൽ മതിലിന്റെ മുകളിലിരിക്കുന്ന പൂച്ചയ്ക്ക് കൊള്ളുന്ന ആയുധങ്ങളാ. അഴിച്ചു പണിയണം സാർ നമുക്കത്. അടുത്ത സംസ്ഥാനങ്ങളിൽ കടന്ന് ബോംബ് പൊട്ടിയപ്പോൾ അത് ഇവിടെ പൊട്ടില്ല എന്നാ നമ്മൾ അഹങ്കരിച്ചത്. പക്ഷെ അത് പൊട്ടിക്കാൻ തയ്യാറായവര് നമ്മുടെ മീശയ്ക്ക് താഴെ മാത്രമല്ല മൂക്കിനകത്തും കയറിയുന്ന IB റിപ്പോർട്ട്. സർ, അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഓരോ പൗരന്റെ പിന്നിലും മുന്നിലുണ്ടാവണം പോലീസിന്റെ കണ്ണ്. ആ കണ്ണുകൾ എവിടെങ്കിലും പാളി നിറഞ്ഞാൽ ക്ഷമിക്കില്ല വിശ്വനാഥൻ. സാധാരണക്കാരന് നീതി നിഷേധിക്കുന്നവനും രാഷ്ട്രീയക്കാരോട് ഓച്ചാനിച്ച് നിൽക്കുന്ന ഹിജടകളുമാകരുത് പോലീസ്. സർ, ഞങ്ങൾ പോലീസുകാർക്ക് തരാൻ ഞങ്ങളുടെ രക്തവും മാംസവും മാത്രമേ ഉള്ളൂ. അതിന് വില പറയുന്ന ഒരു ഭരണാധികാരിയല്ല മുമ്പിലിരിക്കുന്നെന്ന വിശ്വാസത്തിൽ എനിക്കിപ്പോൾ താങ്കൾക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ സർ. മുഖത്തടിക്കുന്നവന്റെ കൈ നക്കുന്നവനും അടികൊള്ളുന്നവന്റെ ചോര കുടിക്കുന്നവനും ആകരുത് നമ്മുടെ പോലീസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒരു മാറ്റർ കിട്ടാൻ കാത്തിരിക്കുക പത്രക്കാർ. അവർ മന്ത്രിയുടെ എസ്കോട്ടില്ല യാത്ര നാളെ ഒരു ആഘോഷമാക്കും. മറ്റ് മന്ത്രിമാർക്ക് അതൊരു പാരയും. ഇവിടുത്തെ മന്ത്രിമാർക്ക് എസ്കോട്ട് പോകുന്ന വണ്ടിക്ക് അടിക്കുന്ന ഡീസലിന്റെ കാശുണ്ടെങ്കിലേ APL BPL നോക്കാതെ വെറും 1 രൂപയ്ക്ക് കൊടുക്കാം 1 കിലോ അരി. നാട്ടുകാരെ പേടിപ്പിക്കുന്ന ശയറിനിട്ടുകൊണ്ട് പോകാൻ മന്ത്രിവാഹനം എന്താ, ആംബുലൻസാ? സഖാവ് കൃഷ്ണന്റെ മോന് സഞ്ചരിക്കാൻ അകമ്പടിയും പുറമ്പടിയും വേണമെന്ന് പറഞ്ഞ മോളിന്ന് ഇറങ്ങി വരും മൂപ്പര് കയ്യിൽ നല്ല വള്ളിച്ചൂരിലുമായി. കൊല്ലാൻ വരുന്നവൻ കൊല്ലുക തന്നെ ചെയ്യും സാറേ. പക്ഷേ അവനെതിരെ തിരിഞ്ഞു നിൽക്കാൻ തീരുമാനിച്ചാൽ നട്ടല് നിവൃത്തി നേരെ തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ. നിൽക്കാൻ തന്നെ തീരുമാനം. ഹലോ, യെസ് വിശ്വം. ഞാനാ നടരാജൻ. പറയൂ സാർ. അല്ല, തിരക്കിലാണോ? സാർ പറഞ്ഞോളൂ. ജീവപര്യന്തം ശിക്ഷയിൽ 6-7 കൊല്ലം കഴിഞ്ഞ ചിലരെ പുറത്തുവിടുന്നതിനെക്കുറിച്ച് ജയിൽ റിവ്യൂ കമ്മിറ്റിയുടെ ഒരു ശുപാർശ ആഭ്യന്തരമന്ത്രിയുടെ ടേബിളിൽ വന്നിരുന്നു. പുള്ളിക്കാരൻ അതിനൊരു തീരുമാനമെടുക്കാതെ ഈ നീട്ടി അല്ല, അതിനിടയ്ക്കായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ മരണവും. ആ ലിസ്റ്റിൽ പുറത്തുവിടാനായി ഒരു പാവം പയ്യന്റെ പേരുകൂടി ഉണ്ടായിരുന്നു. മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം. ബാലസുബ്രഹ്മണ്യം? ആ, ഇപ്പൊ നല്ല നടപ്പില്ല. താൻ വിചാരിച്ചാ? ഞാൻ കയറിയതല്ലുള്ളൂ സാർ, ഞാൻ ഫയലൊന്ന് നോക്കട്ടെ. എന്താ സർ ബാലസുബ്രഹ്മണ്യത്തെ പറ്റി? താൻ അറിയുമോ അയാളെ? യെസ് സർ, ഹീസ് എ ടെററിസ്റ്റ്. ഞാൻ ഉത്തരമേഖല IG ആയിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. ഈ മാധവൻ നമ്പ്യാർക്ക് ട്രാഫിക് ചാർജ് കൊടുത്ത ശേഷം സിറ്റി മുഴുവൻ റോഡ് ബ്ലോക്ക് ആണല്ലോ. അത് പിന്നെ കോൺവെന്റിന്റെ മുമ്പിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് വണ്ടികളൊക്കെ ഇതുവഴിയാണ് സാർ തിരിച്ചു വിടുന്നത്.
കാപ്പി കുടിച്ചില്ലേ? വാ മോളെ, ഗുഡ് മോർണിംഗ്. ആ കേട്ടോ, സൂക്ഷിച്ച് വാ. അവൻ ഉണർന്നില്ലേ മോളെ? കുളി കഴിഞ്ഞ് പത്രവായനല. എങ്കി നീ ഈ പ്രസാദം അവന് കൊണ്ട് കൊടുക്ക്. എന്താ രാവിലെ തന്നെ അമ്മായിമ്മ മരുമോളും കൂടി ഒരു ഗൂഢാലോചന? നീ ഇങ്ങ അടുത്തേക്ക് നീങ്ങി നിൽക്ക്. ആ നെറ്റി ഒന്ന് കാണിച്ച്. എന്തിനാ പ്രസാദം തൊടിക്കാനാ? ഇതൊക്കെ എന്റെ നെറ്റിക്ക് ചേരുന്നതാണോ എന്റെ അമ്മേ? ഇന്നൊരു ദിവസം അമ്പലത്തിലെ പ്രസാദം നെറ്റിയിൽ തൊട്ടുന്ന് കരുതി എന്ത് ആദർശം ഇല്ലാതാവണമെന്ന് കാണണമല്ലോ. ഓ സമ്മതിച്ചു. അമ്മ കൊണ്ടുവന്ന പ്രസാദം അമ്മ തന്നെ നെറ്റിയിലിട്ടതാ. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയോ? എല്ലാ ദിവസം പോലൊരു വേറൊരു ദിവസം. എന്നാ എല്ലാ ദിവസത്തെ പോലെ ഒരു ദിവസമല്ല ഇന്ന്. ഇന്ന് നിന്റെ പിറന്നാളാ. ആണോ? ഞാനത് ഓർത്തില്ല. ഗംഗേ, നീ ചെന്ന് ഫയലുകളൊക്കെ ഒന്ന് എടുത്തു വെക്ക്. 9 മണിക്ക് എനിക്കൊരു മീറ്റിംഗ് ഉള്ളതാ. ഈ മീറ്റിംഗ് പ്രകടനമൊക്കെ കഴിഞ്ഞ് വിശേഷത്തിന് എന്തെങ്കിലും ഒരു ദിവസം നേരത്തോടെ കിട്ടും. ചുമ്മയാ. ആട്ടെ, കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോ അമ്മയുടെ മോൻ എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി ആരുടെ കണ്ണ് തട്ടുമെന്നോർത്ത് പേടിക്കണ്ട. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂത്തവരോട് തറുതല പറയരുതെന്ന്. കാലത്ത് തുടങ്ങി രണ്ടും കൂടെ. നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ അവളോട് വഴക്കുണ്ടാക്കുന്നേ? ഓ, ഏട്ട മന്ത്രിയായി പിന്നെ ഒരു തമാശ പോലും പറയാൻ പറ്റാതെ നിന്ന് കിണങ്ങാണ്ട് 4 ലക്ഷം ചെന്ന് പഠിക്കാൻ നോക്കടി. പോ. ആ നമസ്കാരം. എന്തൊരു മുന്നറിയിപ്പില്ലാതെ. നമ്മൾ തമ്മിൽ കാണാൻ എന്തോന്ന് മുന്നറിയിപ്പ്, എന്തോന്ന് പ്രോട്ടോകോൾ. ഷുവർ, അങ്ങനെ വേണം. ഇരിക്കൂ. ഞാൻ ഏതായാലും തന്നെ വിലപ്പെട്ട സമയം കളയുന്നില്ല. കുറച്ചു ദിവസം മുമ്പ് ഞാൻ വിളിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു. മിസ്റ്റർ ബാലസുബ്രഹ്മണ്യത്തിന്റെ? അതെ. സാറിന് എന്തേ കേസിൽ ഒരു പ്രത്യേക താല്പര്യം? അല്ല, അയാളുടെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിരുന്നു. അവൻ്റെ ബാക്ക് ഹിസ്റ്ററി വെച്ച് ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരുന്നു എത്രയത്. തീവ്രവാദികൾ വിലക്കെടുത്ത ഒരു ട്രെയിനി, തുടക്കക്കാരനാ. ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ മുംബൈ ഭീകരാക്രമണ കേസിൽ പിടിക്കപ്പെട്ട അജ്മൽ കസ്ബും ഒരു തുടക്കക്കാരനായിരുന്നു. ഇത് അത്തരമൊരു കേസൊന്നുമല്ല, പെട്ടുപോയതാ. ഇല്ലെങ്കിൽ പിന്നെ നല്ല നടപ്പ് പരിഗണിച്ച് ഇപ്പോൾ തന്നെ പുറത്തുവിടാമെന്ന് റിവ്യൂ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുമോ? നമ്മുടെ കഴിഞ്ഞ ഹോം മിനിസ്റ്ററിൽ ഒപ്പിടാതെ പെട്ടെന്നങ്ങ്. സോറി, ഇത് പറയാൻ നടരാജൻ സാറിനെ ഞാൻ ഒരിക്കലും എൻ്റെ മുൻപിൽ പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ടു അവന്റെ ഡീറ്റെയിൽസ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് തീവ്രവാദ ഗ്രൂപ്പിലേക്ക് റിക്രൂട്ട്മെന്റ്. കേരളത്തിന്റെ പ്രധാന പട്ടണങ്ങളിൽ ബോംബ് സ്ഫോടനം. ബോംബെയിലും കാശ്മീരിലും ആസാമിലും നടക്കുന്നത് പോലെ ദൈവത്തിന്റെ ഈ സ്വന്തം നാട്ടിലും. അതായിരുന്നു അവന്റെ ടാർജറ്റ്, അതായിരുന്നു അവൻ അയച്ചവരുടെ ലക്ഷ്യം. നമ്മുടെ പോലീസിന്റെ അന്വേഷണവും കണ്ടെത്തലും ഒക്കെ ആയിരുന്നു അത്. അറിയാവല്ലോ നമ്മുടെ പോലീസിനെ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന പാരമ്പര്യം. അതെങ്ങനെ മാറാനാ? സാർ പ്ലീസ്, നമുക്കിത് ഇവിടെ നിർത്താം. തൽക്കാലം സാറ് പോയി അവന്റെ വക്കീലിനോട് പറഞ്ഞേക്ക്. ആരെയൊക്കെ സ്വാധീനിച്ചും ആർക്കൊക്കെ പണം എറിഞ്ഞിട്ടായാലും എന്തു സ്വാധീനത്തിന്റെ പുറത്ത് എഴുതിണ്ടാക്കിയ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും ആ റിപ്പോർട്ടിൽ ആഭ്യന്തരമന്ത്രി വിശ്വനാഥൻ ഒപ്പുവെച്ചിട്ട് അവൻ പുറത്തിറങ്ങില്ല. സോ പ്ലീസ്. പുറത്തേക്കുള്ള വഴി എനിക്കറിയാം മിനിസ്റ്റർ വിശ്വനാഥൻ. അതറിയാത്തവർക്ക് ഒരുപാട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ വഴി ഈ നടരാജൻ. വരട്ടെ. ആവശ്യമാകുമ്പോൾ ചോദിക്കാൻ സാർ ഞാൻ ആ വഴി. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയസമ്മനം വന്നാലോ? മെഡിക്കൽ സയൻസിൽ പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ്. ഇന്ന് നവംബർ 16. ഔദ്യോഗികമായി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലായിരുന്നു. എങ്കിലും സെക്രട്ടേറിയറ്റിൽ പോയി ഒരു തോന്നലായിരുന്നു. പക്ഷേ അതെത്ര നന്നായി. ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അറിയുമായിരുന്നു ജോസഫ് മാഷ്. അല്ല, ജോസഫേട്ടൻ ആശുപത്രിയിലായതും ഡിസ്ചാർജായി തിരിച്ചെത്തിയതും അച്ഛൻ്റെ ആത്മസുഹൃത്ത്. എൻ്റെ നാവിൽ ഹരിശ്രീ കുറിച്ച ഗുരുനാഥൻ. എന്നിട്ടും ഞാൻ ആ മനുഷ്യനെ ജോസഫേട്ടെന്നാണ് വിളിച്ചത്. അച്ഛൻ വിളിച്ചത് കേട്ടതുകൊണ്ടാവണം. ആദർശങ്ങളെ ചവിട്ടി മെതിച്ച് പിമ്പോട്ട് നടന്നവർ കടന്നുപോയപ്പോൾ ജാലകങ്ങളെല്ലാം കുട്ടിയടച്ച് സൂര്യനെ പോലും കാണാൻ ആഗ്രഹിക്കാതെ തന്നോട് തന്നെ ഗർജിച്ചുകൊണ്ട് ജീവിക്കുന്ന ബന്ധങ്ങളുടെ കെട്ടുപാടില്ലാത്ത ഒറ്റയാൾ സിംഹം. കടന്നു വരാം. ഇരിക്കാൻ നേരമുണ്ടെങ്കിൽ മന്ത്രിക്ക് ഇരിക്കാം. ദാഹമുണ്ടെങ്കിൽ പച്ചവെള്ളം ഇരിപ്പുണ്ട്, കുടിക്കാം. വേണ്ട. പിന്നെ ധർമ്മസംരക്ഷണാർത്ഥം പാഞ്ഞു കിടക്കുന്നതിനിടയിൽ എങ്ങനെ ഓർക്കാൻ സമയം കിട്ടിയിടോ കണ്ടം ചെയ്ത ഈ കമ്മ്യൂണിസ്റ്റുകാരനെ? ഇന്നാ ഞാൻ അറിഞ്ഞത് ജോസ്പേട്ടന്. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ചെറുതായിട്ടൊന്ന് പണിമുടക്കിയതാ. 10-70 കൊല്ലമായിട്ട് ബോണസും അലവൻസും ഒന്നും ഇല്ലാതെ പണിയെടുക്കുന്നതല്ലേ. അടുത്ത ഒന്നുകൂടെ ഉണ്ടായാൽ ഈ കമ്പനി പൂട്ടും.
പിന്നെ പള്ളിപ്പറമ്പിലെ തെമ്മാടിക്കുഴിയിലേക്ക്. ജോസ്പേട്ട, ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ നമുക്ക് കാണണം. വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എന്തിന്? ഇനിയും മരിച്ചു കിട്ടാനോ? ആഹാ, മന്ത്രി വന്നത് ഈ ഒറ്റവണ്ടിയിലാണോ? പോലീസും പട്ടാളമൊന്നും ഇല്ലേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ. ഓ, ആദർശം. ആർക്ക് വേണോടോ അത്? അതിൽ വെള്ളം ചേർക്കാത്ത, അത് വിറ്റ പണം പോക്കറ്റില്ലാത്ത ഒരുത്തരുണ്ടെങ്കിൽ പറ. അനുഭവിക്കണവിടോ. വരുന്ന സൗഭാഗ്യങ്ങളൊക്കെ എണ്ണി എണ്ണി ആസ്വദിക്കണം. കൂടെ നിന്നവനെയും കൂട്ടു നിന്നവനെയും ഒക്കെ മറക്കണം. പറ്റിയ പിന്നെ ഇന്ന് കുത്തണം. അങ്ങനെ ചെയ്യാത്തവനൊക്കെ കുത്തുകൊണ്ട് വീണിട്ടേ ഉള്ളൂ. അവരെ ഒരു പട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതാണ് ചരിത്രം. അതിന് ജീവൻ കൊടുത്തവരൊക്കെ വെറുതെയാ. വീട്ടുകളുടെ ഗിന്നസ് ബുക്കില അവർക്ക് സ്ഥാനം. ജോസഫേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട. ഓട്ടടോ. തിളയ്ക്കുന്ന പ്രായത്തിൽ ഞാനും തൻ്റെ അച്ഛനും ഒന്നും മരണത്തെ പേടിച്ചിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോ പാവപ്പെട്ടവന് കയറി കിടക്കാൻ 10 അടി മണ്ണ് കൊടുത്തിട്ട് മതി ഇവിടെ വികസനമെന്ന് പരസ്യമായി പറഞ്ഞതിന് അവനെ വികസന വിരുദ്ധനാക്കി. പാർട്ടി നയങ്ങളെ തള്ളിപ്പറഞ്ഞവനാക്കി. 10 വയസ്സ് മുതൽ കയ്യിൽ പിടിച്ച കൊടി പിടിച്ചു വാങ്ങി പുറത്തേക്ക് തള്ളിയില്ലേ പാർട്ടി? ആദർശത്തിന്റെ അമരം കാക്കുന്നവർ അന്ന് മൗനം പാലിച്ചില്ലേ? കസര, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പോലീസിന്റെ ഇടികൊണ്ടും പട്ടിണി കിടന്നും പ്രസ്ഥാനത്തിന് ചോരയും നീരും കൊടുക്കുമ്പോഴും നിന്റെ അച്ഛന്റെ ചുണ്ടത്തെ പുഞ്ചിരി മാഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അന്ന് ആ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. ആ അച്ഛന്റെ ആദർശങ്ങൾ മരിക്കില്ലെന്നുള്ളതിന്റെ തെളിവാണ് മോന്റെ വിജയം. മറക്കരുത് നീ അത്. ഇല്ല ജോസ്പേട്ട, ഒരിക്കലും അതുണ്ടാവില്ല. എന്റെ ആത്മസഖാവിന്റെ മകനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കണക്കുകളൊന്നും മനസ്സിൽ സൂക്ഷിക്കാതെ അച്ഛൻ കളം വിട്ടു പോകുമ്പോൾ ആ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. തട്ടേക്കാട് കോളനിയിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട നീതി. അതിന്റെ പേരിലാണ് അച്ഛനെ പാർട്ടി പുറത്താക്കിയത്. അത് പരിഹരിക്കണം. അതിന്റെ പേരിൽ മന്ത്രിക്കസര നിനക്ക് നഷ്ടപ്പെട്ടാൽ പോലും ജനങ്ങളുണ്ടാവും നിന്റെ കൂടെ. പൊയ്ക്കോ. വന്ന് കാണാൻ വൈകിയതിൽ അതൊക്കെ ജോസഫേട്ടിന് മനസ്സിലാവും. വന്നില്ലേ ഇപ്പൊ എൻ്റെ അടുത്ത്? ഞാനിവിടെ ഉണ്ടാവും. ജന്മം തീരെഴുതിയ ഈ ഒറ്റമുറി വാടക ബംഗ്ലാവിൽ. എന്നാ ഞാൻ പൊയ്ക്കോ മോനെ. അല്ലേത് ആരാ? അഷ്റഫോ? ഇതുവഴി വന്നപ്പോ വിശ്വേട്ടന്റെ വണ്ടി കണ്ടു, അങ്ങനെ കയറിയതാ. വിശ്വേട്ടനാ? ഒരു കീറിയാൻ നന്നല്ലേ? പഴയ പോലെ വിളിച്ചാ മതി. എന്തായാലും നീ വന്നത് നന്നായി. ഒരു കാര്യമുണ്ട്, വാ. ദിലീപേ, വണ്ടി അഷ്റഫിന്റെ വീട്ടിലേക്ക് എടുക്ക്. ആദ്യം നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ഉമ്മാനും ബാപ്പനും ഒന്ന് കാണണം. വാ. പൊയ്ക്കോ. പോലീസ് ചെക്കിങ്ങാ. കൈ കാണിച്ചാ ഒന്നും പറയണ്ട. നിർത്ത്. ചെല്ല്. ഞാൻ പോയിട്ട് വരാം. ഇതിന്റെ ഇൻഷുറൻസ് ഒന്ന് തീരുവല്ലോടോ? ഇന്ന് മിഡ്നൈറ്റ് വരെ ഉണ്ട് സാർ. നാളെ അടയ്ക്കാം. നാളെ നീ അടയ്ക്കുമെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ചോദിച്ചാ വല്ല 100-100 കൊടുത്തിട്ട് പോവാൻ നോക്കണം. കൈക്കൂലിയാണോ സാറേ? കളിയാക്കുന്നോടാ പന്ന. ഇന്ന് മിഡ്നൈറ്റ് വരെ ഈ വണ്ടി റോഡിൽ ഓടാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ കാശ് തരുന്നത്? പോലീസിനോട് തർക്കുത്തരം പറയുന്നോടാ. ആ വരുന്നതേ നമ്മുടെ രാജൻ കോൺട്രാക്ടറുടെ വണ്ടി. അതങ്ങ് കടത്തി വിട്ടേക്ക് സാർ. എടാ നായിന്റെ മോനെ, ഇറങ്ങി വാടാ വെളിയിലോട്ട്. വേണ്ട, ഇത്തരം നെറുകെട്ട കൈ കൊണ്ട് വെക്കരുത് വിശ്വനാഥന് സെലോട്ട്. സാർ അത് പിന്നെ കാക്കിയിട്ടോണ്ട് നടു റോട്ടിൽ പിച്ചെടുത്തും പോരാഞ്ഞിട്ട് ഇത്തരം സ്പിരിറ്റ് മാഫിയകൾക്ക് എസ്കോട്ടും കൊടുക്കല്ലേ? സാർ ഞാൻ നീയൊക്കെയാ ഈ വച്ചിരിക്കുന്ന തൊപ്പിക്ക് മുകളിൽ ജനങ്ങളെ കൊണ്ട് നാറിയ പോലീസിനെ ലാബിലൊട്ടിച്ചത്. സാർ മേലിൽ ആവർത്തിപ്പിക്കില്ല ഞാൻ. അതിന് ഈ അലങ്കാര വസ്തു ഞാൻ ഇങ്ങോട്ട് എടുക്കാം. എസ് ഐ രാധാകൃഷ്ണൻ
കുറച്ചു നാള് വീട്ടിൽ നിന്ന് പെമ്പറന്നോത്തിന്റെ കാര്യം നോക്ക്. കൈ വെച്ച് തടയാനേ പറഞ്ഞിട്ടുള്ളൂ, പിച്ചി എടുക്കാൻ പറഞ്ഞിട്ടില്ല. ഈ വണ്ടി എവിടേക്ക് എടുക്കണ്ടെന്ന് അറിയാലോ? അറിയാം സാർ. എന്നാ ആയിക്കോട്ടെ. യെസ് സാർ. അഷ്റഫേ, ദാ വരുന്നു.